ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സമയം 6 മണി. ഞങ്ങൾ പുറത്തൊന്ന് നടക്കാൻ പോവാന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീറ്റു, നടക്കാൻ ഇറങ്ങി. സൈക്കിളൊക്കെ ഇട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പോവാം നമുക്ക്. കണ്ണിന്ന് മുടി മാറ്റൂ. യെസ്. ഈ വഴി എത്തുമ്പോൾ നല്ല സ്മെല്ലാണ്. ഇത് ഫുള്ള് മറ്റേ നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയാണ്. അതൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്നത് പൊട്ടിച്ച് തലയത്തേക്കാറ് ഹെന്നടാറുണ്ട് ആൾക്കാരൊക്കെ അത് വന്ന് പൊട്ടിച്ചിട്ട് നിറയുണ്ട്. എന്താ അവിടെ കാണുന്നേ? നിറയെ ജാമുൻ. ഇത് നല്ലതുണ്ടോ? ഡാഡി പറക്കട്ടെ. ഈച്ച ഉണ്ട്. ഈച്ച ജാമുന. കൂ പറഞ്ഞേ, കൂ പറഞ്ഞേ, കൂ പറഞ്ഞേ. പോവാ. ഇതോ ഇത് ഇതൊക്കെ വീണിട്ട് ചളുങ്ങണതല്ലേ? വേണ്ട. പോവാ. ഓക്കെ, നേരെ ഇരിക്കൂ. നേരെ ഇരുന്നില്ലെങ്കിൽ വീഴും. നേരെ ഇരിക്കൂ. സ്മെല്ലും വരുന്നുണ്ട്. ഇത് വീണ ഭയങ്കര വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ടല്ലേ? ഏത് പഴായാലും സ്മെല്ല് വരുമല്ലോ. ഗുഡ്. നാവ് നോക്കട്ടെ. നാവ് കാണിക്ക്. കാണിക്ക്. ഫുള്ള് കാണിക്കോ? നോക്കട്ടെ.
നിങ്ങക്ക് നീല നാവാ. ഇനി നേരെ ഇരിക്കോ? നേരെ ഇരിക്കൂ. കാല് നേരെ വെച്ചിട്ടിരിക്കൂ. നേത്ര നേത്ര കാല് നേരെ വെച്ചിട്ടിരിക്കൂ. നേരെ ഇരിക്കും. നേരെ. യെസ്, ഗുഡ് ഗേൾ. നേരെ. അങ്ങനെ പൂവൊക്കെ പറിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. എവിടെ പൂവ്? എവിടെ? അയാള് പൂ കറക്കിക്കൊണ്ടിരിക്കുക. യെസ്, നേരെ ഇരിക്കൂ. വീഴും. താങ്ക് യു. ഫ്രണ്ടില് ഞാൻ ഇരി പോട്ടെ. വെറും വയറ്റില് ഞാവല് കഴിച്ചിട്ട്. അപ്പൊ വെറും വയറ്റിൽ എന്തിനാ ഞാവല് കഴിക്കണേ? ഞാവല് കിട്ടിയപ്പോ കഴിച്ചു. ഹായ് ഹായ്. ഹായ് കുഞ്ഞു പിന്നെ ഹായ് ഗായ്സ് എന്ന് പറയൂ. അതാണ് എരിച്ചില്. രാവിലെ തന്നെ പുട്ടും കടലക്കറിയും കഴിച്ചാലോ? അന്ന് കടല വേവിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ വിസിലടിപ്പിച്ചാലോ? ഇവിടെ ഈ കാണുന്ന ക്വാർട്ടേഴ്സുകള്, ബിൽഡിങ്ങുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിതതാ. അപ്പോൾ അന്നത്തെ ആ പണിയുടെ ക്വാളിറ്റി ഇത്രയും കാലം അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ? അതിന്റെ മുകളിൽ ഒരു മരമ്മത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. മെയിൻ്റനൻസ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. 1986 പണിതതാ. ഇവിടെ ഒരാൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് തിരിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഫ്രണ്ടിൽ നടക്കാം. ഹായ്. ഇനി ജാമുൻ സീസൺ ഒന്ന് അടങ്ങുമ്പോൾ അടുത്തത് പേരയ്ക്ക സീസൺ ആണ്. പക്ഷെ ജാമുനും മൾബറി ഒന്നും കിട്ടിയ പോലെ പേരയ്ക്ക അങ്ങനെ കിട്ടും തോന്നണില്ല. പേരയ്ക്ക ഇവിടുത്തെ ടീംസ് വന്ന് മൊത്തത്തില് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് കിളികൾ കഴിക്കും, കുട്ടികൾ ഉണ്ടാവും, പിന്നെ സാധാരണ ആൾക്കാരെന്നെ വന്നിട്ട് എല്ലാം പറിക്കും. അപ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല. അതിന് നമുക്കൊരു പിന്നെ നമ്മുടെ കോമ്പൗണ്ട്, നമ്മുടെ ക്വാർട്ടറിന്റെ ഫ്രണ്ടിലുള്ള പേരയ്ക്ക മരത്തുമ്പൊന്നും ആൾക്കാർ വന്നിട്ട് അങ്ങ് പറിച്ച് ക്ലീൻ ആക്കി കൊണ്ടുപോകും. ഒരു തവളനെ അരച്ചുണ്ട്. ഇവിടെ തവളുണ്ട്, പാമ്പുണ്ട്, ചേമ്പുണ്ട്, ചേനുണ്ട്. ചേമ്പും ചേനയൊന്നുമില്ല, തവളയുണ്ട്. പഴങ്ങളുണ്ടോ? അതെന്താണ് ശരിക്ക് തിന്നാൻ പറ്റാത്തൊരു കായ ആണോ? മറ്റേ പാഷൻ ഫ്രൂട്ടിനെ പോലെ ഇല്ലേ? അതുപോലെ ഉണ്ടാക്കായ, പക്ഷെ കഴിക്കാൻ പറ്റില്ല. കാണിച്ചു മരത്തുമ്മില് നിലത്തൊക്കെ വീണെടുക്കുന്ന പോലെ. ഇപ്പൊ നമ്മൾ പോണത് കംപ്ലൈന്റ് എഴുതാനാണ്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ്സ് ഒക്കെ ബ്ലോക്ക് ആവും. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ അവർ ടീംസ് വന്ന് അത് ക്ലീൻ ഔട്ട് ചെയ്യും. വെയിലായി അല്ലേ? നടക്കാൻ സുഖല്ലേ? ഉഷ്ണിച്ചു തുടങ്ങി. ഇപ്പൊ തന്നെ ചൂടും.
ചൂട് വെള്ളത്തിൽ കുളിക്കണം. വേർത്ത് തുടങ്ങി. കുഞ്ഞിനെ AC-യിൽ ഇരിക്കാൻ സുഖം. പിടിക്കണോ? 5 മണിക്ക് എണീക്കുക, പിന്നെ ഉറക്കമില്ല. അപ്പൊ ഉറക്കം നോക്കിയിട്ട് ഉറങ്ങിയിട്ടില്ല. 5 മണിക്ക് ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഇന്നത്തെ പ്രഭാത കർമ്മങ്ങൾ മൊത്തം കഴിഞ്ഞു. വേണ്ടേ ഇനിയൊന്നും ഇല്ല. പക്ഷെ അവള് ചെയ്യല്ലോ. പക്ഷെ രാവിലത്തെ കഴിഞ്ഞു, പ്രഭാതത്തെ കഴിഞ്ഞു, സുപ്രഭാതത്തെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നേരെ കിടന്നുറങ്ങുക. കഴിക്കുവോ? കൊടുത്തോക്ക. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്തൊരു ജാമുൻ മരം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ മരത്തിന്റെ പ്രത്യേകത ഇതിൽ വലിയ വലിയ ഞാവല ഉണ്ടാവുക. ഇതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഓരോ മരത്തിനും ഓരോ ഞാവലിനും ഓരോ ടേസ്റ്റ് ആണ്. ബൈ ദ വേ, ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ തരും കേട്ടോ ഞാവല്. വലിയ ഞാവല കിട്ടിയോ? നിറയുണ്ട് ഇതുമ്മില്. ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് ഇത്ര അധികം ഞാവല് കഴിച്ചിട്ടുള്ളത്. ഒരു 2, 3, 4 പഠിക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഇതന്നെ ഇതുപോലെ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി മരത്തുമ്മിലെറിയുന്നു, ഞാവല് പറിക്കുന്നു. അതെ, ഹസ്ബൻഡും അച്ഛനും പട്ടാളക്കാരായത് കാരണം നമുക്ക് വീണ്ടും ഇതൊക്കെ ഒന്ന് അയവിറക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഐ ആം ലക്കി. നല്ല ഫ്ലഷ് ഉണ്ട്. എന്തൊരു വലുതാ, എന്തൊരു വലുതാ. ഒരു മധുരേ കറണ്ടേ, പക്ഷെ തിന്നാൻ മാത്രം ഉണ്ട്, കഴിക്കാൻ മാത്രം ഉണ്ട്. അത്യാവശ്യം വലുതാ. നേത്ര നേത്ര മധുരം കുറവാ. വെറും വയറ്റിൽ ഇത് കഴിച്ചിട്ട് ഇനി പ്രശ്നമാവോ നമുക്ക്? ഉണ്ടാവില്ല വിചാരിക്കണം. വെറും വയറ്റിലാണ് ഈ ഉള്ള ജാമുനൊക്കെ കഴിക്കുന്നത്. കട്ടനല്ലേ കുടിക്കുന്നത്? പാലില്ല.